ഹലോ, ഇതെന്താ അഭിനവ്? നിങ്ങൾ കാർ എടുക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ റോഷ്നി, നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു. അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും? നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത്. അതെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഞാനിത് എന്റെ ബോസിന് വേണ്ടി വാങ്ങുകയായിരുന്നു. ഈ വാച്ച് എന്റെ വക നിനക്കുള്ള സമ്മാനമാണ്. ഐ മീൻ, ഒരു സ്മോൾ വെൽക്കം ഗിഫ്റ്റ്, അലീന പറഞ്ഞു. ഇത് കേട്ട് അഭിനവിന് ചിരി വന്നു. താങ്ക്സ് നന്ദു, ഞാൻ ഇന്ന് തന്നെ പോയി ആ വാച്ച് എടുത്തേക്കാം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ദി ഗിഫ്റ്റ്, അഭിനവ് പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി അവളുടെ പിറന്നാൾ ദിവസം ഗിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് അവളെയും സർപ്രൈസ്ഡ് ആക്കണം. അഭി മനസ്സിൽ ചിന്തിച്ചു. ശരി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം, നമുക്ക് പിന്നെ സംസാരിക്കാം, ബൈ. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ അഭിനവിന്റെ ഫോണിലേക്ക് രോഹന്റെ കോൾ വന്നു. അഭിനവ് അവന്റെ കോൾ അറ്റൻഡ് ചെയ്തു. രോഹൻ, എന്തായി കാര്യങ്ങൾ? എന്താ ദേവനോട് പറഞ്ഞത്? അഭി ചോദിച്ചു. നമ്മൾ നേരത്തെ തീരുമാനിച്ച അതേ കാര്യമാണ് സംസാരിച്ചത്. ഞാൻ അവനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ അവനൊന്നും കേട്ടില്ല. ഞാൻ മനഃപൂർവ്വം അവന്റെയും ടൈഗറിന്റെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്ന പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം. അവന് നിന്നോട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്റെ ഫോൺ നമ്പർ ചോദിക്കുകയാണ്. ഇത് കേട്ട് അബിക്ക് ചിരി വന്നു. സീരിയസ്ലി? അബി ചോദിച്ചു. അതെ, പക്ഷേ ഞാൻ ഇപ്പോഴും നിന്റെ നമ്പർ അവന് കൊടുത്തിട്ടില്ല. നിന്നോട് ആദ്യം ചോദിക്കണം തോന്നി, അപ്പോൾ ഞാൻ എന്താ വേണ്ടത്? അവന് നിന്റെ നമ്പർ കൊടുക്കണോ വേണ്ടയോ? രോഹൻ അപ്പുറത്തു നിന്ന് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് അഭിനവ് പോലും ആശയക്കുഴപ്പത്തിലായി. ടൈഗർ എന്ന നിലയിൽ അവൻ ദേവനുമായി നേരിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്ന് കുറേ നേരം ആലോചിച്ചു. ശരി, ടൈഗറുമായി സംസാരിക്കാൻ ഇത്രയ്ക്കും മോഹമാണെങ്കിൽ അവൻ സംസാരിക്കട്ടെ. നീ അവന് എന്റെ ഫോൺ നമ്പർ കൊടുക്ക. ഇത് പറയുമ്പോൾ അഭിനവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. രോഹൻ ഫോൺ വെച്ചു. അഭിനവ് തന്റെ ഫോൺ പോക്കറ്റിലിട്ട് ഗൂഢമായ ചിരിയോടെ വാഷ്റൂമിലേക്ക് കയറി. അഭിനവ് രോഹന്റെ കോള് കട്ട് ചെയ്ത ശേഷം വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ മായയുടെ അരികിലേക്ക് നടന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഡേവിഡ് തരകൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയ ഒരു ഫോട്ടോ എഡിറ്ററുമായി വളരെ സീരിയസ് ആയ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിനവന് മുഖം കാണാത്ത ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തു. മുഖം ഏകദേശം വ്യക്തമാക്കാനായിരുന്നു തരകന്റെ ഉദ്ദേശം. കമോൺ മൈക്ക്, ഐ വാണ്ട് ദിസ് ടു ഗെറ്റ് ഡൺ റൈറ്റ് നൗ, തരകൻ അക്ഷമനായി പറഞ്ഞു. ഐ ആം ട്രൈയിങ് മൈ ബെസ്റ്റ്, മൈക്ക് മറുപടി പറഞ്ഞു. എന്നാൽ മൈക്കിന്റെ ഈ മറുപടി തരകന് യാതൊരുവിധ ആശ്വാസവും നൽകിയില്ല. അയാൾ കൂടുതൽ അസ്വസ്ഥനായി. ദിസ് ഈസ് വാട്ട് യു ഹാവ് ബീൻ സേയിങ് ഫോർ ദ ലാസ്റ്റ് 3 days. ഐ വാണ്ട് റിസൾട്ട്സ്, പല്ല് കടിച്ചുകൊണ്ട് തരകൻ പറഞ്ഞു. ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് ഇറ്റ് ദിസ് ടൈം, മൈക്ക് പറഞ്ഞു. അയാൾ വീണ്ടും തന്റെ ജോലിയിൽ മുഴുകി. തരകൻ തന്റെ മാനസിക പിരിമുറുക്കം മാറ്റാൻ ജനാലക്കരികിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. അയാൾ ടൈഗറിന്റെ മുഖം കാണാൻ ആകാംക്ഷയുടെ നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു. ഇതേ സമയം അഭിനവ് വാഷ്റൂമിൽ നിന്ന് തന്റെ ടേബിളിലേക്ക് തിരിച്ചെത്തിയിരുന്നു. മായ തന്റെ മെയിൻ കോഴ്സ് കഴിച്ച് ഡെസേർട്ട് കഴിക്കുന്നത് അഭിനവ് കണ്ടു. കൊറിയൻ ക്യൂസിനായിരുന്നു അവർ തെരഞ്ഞെടുത്തത്. ഇത്രയും ഡെലീഷ്യസ് ആയ ഫുഡ് ഐറ്റംസ് മായ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഓരോന്നും അവൾ ആസ്വദിച്ച് തന്നെ കഴിച്ചു. മായയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അഭിമുഖത്ത് പ്രസന്നത വരുത്തി. നിനക്ക് വേറെന്തെങ്കിലും ഓർഡർ ചെയ്യണം? അഭി അവളെ നോക്കി ചോദിച്ചു. അയ്യോ വേണ്ട വേണ്ട സാർ, ഇനി എന്തെങ്കിലും കഴിച്ചാൽ എന്റെ വയറ് പൊട്ടിപ്പോകും, മായ വയറിൽ കൈ ചേർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചിരിയോടെ അവളെ നോക്കി തലയാട്ടി. ശരി, എന്നാ നമുക്ക് പോവാം, ഓഫീസിൽ ഇനിയും ഒരുപാട് ജോലി ബാക്കിയുണ്ട്. അത് കേട്ട് മായ അത്ഭുതത്തോടെ അഭിനവിനെ നോക്കി. പക്ഷെ സാർ, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, മുന്നിലിരിക്കുന്ന വിഭവങ്ങളൊന്ന് നോക്കിക്കൊണ്ട് അവൾ അഭിയോട് ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ മായ, എനിക്ക് വിശപ്പില്ല. അത് പറഞ്ഞുകൊണ്ട് അഭി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മായയ്ക്ക് അഭിനവന്റെ ഈ വാക്കുകൾ അല്പം വിചിത്രമായി തോന്നി. ഒന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് എന്തുകൊണ്ടാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും അവൾക്ക് അവനോട് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ധൈര്യം വന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അഭിനവ് എത്രത്തോളം സ്വാധീനമുള്ള ആളാണെന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ അവൾ ഒന്നും മിണ്ടാതിരുന്നു. അഭി അലീനയുടെ ഫോൺ വന്നപ്പോൾ സംസാരിക്കാൻ വാഷ്റൂമിൽ പോയ തക്കത്തിന് മായ ഓർഡർ ചെയ്യാനെന്ന പേരിൽ വെയിറ്ററെ വിളിച്ച് അഭിനവന്റെ മെമ്പർഷിപ്പ് കാർഡിനെ കുറിച്ച് വിശദമായി ചോദിച്ചു. വെയിറ്റർ ആദ്യം വിവരങ്ങൾ നൽകാൻ ഒന്നും മടിച്ചെങ്കിലും പിന്നീട് മായയെ വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അഭിനവന്റെ മെമ്പർഷിപ്പ് കാർഡ്
ഗോൾഡൻ മെമ്പർഷിപ്പ് കാർഡിനേക്കാൾ മികച്ചതാണെന്നും ടൈഗറിന്റെ എല്ലാ ബിസിനസ് പങ്കാളികൾക്കും കാർത്തിക്കിനെ പോലെ ഗോൾഡൻ കാർഡ് ആയിരിക്കുമെന്നും ടൈഗറിന് വളരെ അടുപ്പമുള്ളവർക്ക് മാത്രമേ ബ്ലാക്ക് കാർഡ് ലഭിക്കുകയുള്ളൂ എന്നും വെയിറ്ററാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. വിക്രമിനെയും ബൽറാമിനെയും പോലെ വിരലിൽ എണ്ണാവുന്ന ചിലരുടെ കയ്യിൽ മാത്രമേ ബ്ലാക്ക് കാർഡ് ഉള്ളൂ എന്നും അയാൾ പറഞ്ഞു കൊടുത്തു. വെയിറ്ററുടെ വിശദീകരണം കേട്ട് മായയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു. അഭിനവിന് അത്തരമൊരു കാർഡ് എങ്ങനെയാണ് ലഭിച്ചത്? അവനും ടൈഗറിനോട് അടുപ്പമുള്ള ആളുകളിൽ ഒരാളാണോ? മായ ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാവിലെ നടന്ന സംഭവം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. റാണി മാഡം അഭിനവ് സാറിനെ പിരിച്ചുവിടാൻ നോക്കിയിട്ട് എന്തുണ്ടായി? റാണി മാഡത്തിന് പെട്ടെന്ന് അഭിനവിന്റെ ഡിസ്മിസൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനോട് ക്ഷമ ചോദിക്കേണ്ടിയും വന്നു. ടൈഗർ റാണിയിൽ പ്രഷർ ചെലുത്തിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മായയ്ക്ക് തോന്നി. അഭിനവ് സാറിന് ടൈഗറുമായി എന്തോ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും റാണി മാഡം സോറി പറയില്ലായിരുന്നു. റാണിയെപ്പോലുള്ളവർക്ക് സോറി എന്ന വാക്ക് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ, മായ ചിന്തിച്ചു. അവളുടെ ഉള്ളിൽ അഭിനവിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഭയം തോന്നാൻ തുടങ്ങി. ഇനി അഭിനവ് സാറിന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും സാറിന്റെ പെറ്റായി കൂടെ തന്നെ നിൽക്കണം. മായ മനസ്സിൽ കണക്കൂട്ടി. അഭിനവ് റെസ്റ്റോറന്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. മായ നാപ്കിൻ ഉപയോഗിച്ച് കൈകൾ തുടച്ച് അവന്റെ പിന്നാലെ പോയി. ഓഫീസിലെത്തിയപ്പോൾ ഇരുവരും വീണ്ടും ജോലിയിൽ മുഴുകി. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അബി അവധിയെടുത്ത് അവിടെ നിന്ന് പോയി. അലീന അബിക്ക് വേണ്ടി കൊണ്ടുവന്ന വാച്ച് എടുക്കാൻ അവളുടെ ആക്സസറി ഷോപ്പിലേക്ക് അവന് പോകണമായിരുന്നു. അതവന്റെ ഓഫീസിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തായിരുന്നു. അവിടെ പോയി അലീനയുടെ ഗിഫ്റ്റ് വാങ്ങിയ ശേഷം അവന് വീണ്ടും എറണാകുളത്തുള്ള അനന്യയുടെ വീട്ടിലേക്ക് പോകേണ്ടിയിരുന്നു. കാരണം കഴിഞ്ഞ രാത്രിയും അവൻ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പകരം അബിയുടെ ആ ചെറിയ വീട്ടിൽ തന്നെ നിന്നു. ഇനിയും അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹരിദേവൻ ദേഷ്യപ്പെടുമെന്ന് അബിക്കറിയാമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ തനിക്കൊരു നല്ല ഷെൽട്ടർ ആവശ്യമാണ്. അനന്യയുടെ വീടിനേക്കാൾ മികച്ചൊരു ഷെൽട്ടർ ഇനി കിട്ടാനില്ല. അതുകൊണ്ട് ഹരിദേവനെ വെറുപ്പിക്കുന്നത് തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് അബിക്കറിയാമായിരുന്നു. ആലപ്പുഴയ്ക്കടുത്തുള്ള അലീനയുടെ ആക്സസറി ഷോപ്പിലേക്ക് അഭിനവ് എത്തിച്ചേർന്നു. അവൻ തന്റെ കാർ നീളമുള്ളതും തിളങ്ങുന്നതുമായ ഒരു കെട്ടിടത്തിന് മുന്നിൽ നിർത്തി. ആ കെട്ടിടത്തിൽ നീല നിറമുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. അതിനു മുകളിൽ വെള്ളി നിറത്തിലുള്ള പ്ലേറ്റുകളിൽ അലീനാസ് കളക്ഷൻസ് എന്നെഴുതിയിരുന്നു. കെട്ടിടത്തിനുള്ളിൽ കയറിയപ്പോൾ അബിയുടെ കണ്ണുകൾ വിടർന്നു. അകത്തെ ഹാളിൽ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഓരോന്നും ഓരോ സെക്ഷനുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഹാളിന്റെയും വാതിലിന് മുകളിൽ ആ സെക്ഷനിൽ ലഭിക്കുന്ന സാധനത്തിന്റെ പേര് എഴുതിയിരിക്കുന്നതായും അബി കണ്ടു. വലതുവശത്ത് വാച്ചുകളുടെ കളക്ഷനായിരുന്നു. വാച്ചസ് എന്ന ബോർഡ് കണ്ടപ്പോൾ അബി ഉടനെ അവിടേക്ക് ചെന്നു. അകത്തേക്ക് നടക്കുമ്പോൾ അബിക്ക് ചുറ്റും വ്യത്യസ്ത തരം ഫാൻസി വാച്ചുകളും വില കൂടിയ വാച്ചുകളും ആന്റി കളക്ഷൻസും എല്ലാം പ്രദർശിപ്പിച്ചിരുന്നത് കാണാമായിരുന്നു. അതിലൊരു വാച്ചിൽ അവന്റെ കണ്ണുടക്കി. ചെറുപ്പത്തിൽ അവന്റെ കൈവശം ഇതുപോലൊരു ഫാൻസി വാച്ച് ഉണ്ടായിരുന്നു. അത് സ്കൂളിലെ ഒരു കുട്ടി അവനെ ചൊടിപ്പിക്കാനായി നശിപ്പിച്ചു. അന്ന് അബിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രതികാരമായി അബി അവന്റെ മൂക്കിന് തന്നെ പഞ്ച് ചെയ്തു. ഒരു വാച്ച് കണ്ടപ്പോൾ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആ വലിയ ഹാളിൽ വെച്ചിട്ടുള്ള വാച്ചുകളെല്ലാം നോക്കി നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു. ഹായ് സാർ. അത് കേട്ട് അബി തിരിഞ്ഞ് അവളെ നോക്കി. അതൊരു സെയിൽസ് ഗേൾ ആയിരുന്നു. ഹായ്. അവൻ ആ പെൺകുട്ടിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ? സെയിൽസ് ഗേൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഭിനവ് ആദ്യം അവളോട് നത്തിങ് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പ്രദർശിപ്പിച്ചിരുന്ന വാച്ചുകളുടെ വിലയറിയാൻ അവന് താല്പര്യം തോന്നി. വളരെ കുറച്ച് വാച്ചുകളുടെ വില മാത്രമേ ന്യായവിലയായി അവന് തോന്നിയുള്ളൂ. ബാക്കിയുള്ളതിന്റെ മേലെയെല്ലാം തോന്നിയതുപോലെ വില കൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന് അവന് സംശയമായി.